ഈ ആശമാരുടെ സമരം 50 ദിവസം പിന്നിടുകയാണ്. തലമുടി മുട്ടയടിച്ച് തന്നെ ഇപ്പോൾ സമരം ചെയ്യുകയാണ്. സർക്കാർ ഇതുവരെ വിളിച്ചിട്ടില്ല, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും സഹായം കിട്ടുന്നില്ല എന്ന് പറയുന്നു. മനസാക്ഷിയില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. കാരണം ഇത്രയും ഒരു സ്ത്രീ എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവർ അഭിമാനകരമായി കണക്കാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ മഹാഭൂരിപക്ഷം സ്ത്രീകൾ അവർ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് അവരുടെ തലമുടി എന്ന് പറയുന്നത്. ആ തലമുടി ഉപേക്ഷിച്ച് അവർ സമരം ചെയ്യുമ്പോഴും ഒരു മനസാക്ഷിയെ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല. ഇവിടെയുള്ളത് ഒരു വനിതാ ആരോഗ്യമന്ത്രിയാണ്. അവര് സ്ത്രീയല്ലേ, അവരെപ്പോഴും വലിയ ഫെമിനിസ്റ്റായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. അവരുപോലും ഒന്ന് സമരപന്തലിൽ വന്നിട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ, ഇവരുടെ ദൂർത്ത് ഒഴിവാക്കിയാൽ തന്നെ ഈ ആശമാരുടെ ശമ്പളം കൊടുക്കാം. നമുക്ക് എന്തൊരു ദയനീയമായ സ്ഥിതിയാണ്. 2 മാസമായിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. സമരം ചെയ്യുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് 2 മാസം ശമ്പളം നിഷേധിച്ചിരിക്കുകയാണ്. അവരോട് പ്രതികാര നടപടി എടുക്കുകയാണ്. അപ്പൊ ഇത്രയും ഒരു ധീരമായ സമരം, ഞാനതിനെ അങ്ങനെയാണ് കണക്കാക്കുന്നത്. വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റാണിത്. ശക്തമായിട്ടുള്ള ഒരു ധീരതയുടെ പര്യായമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇത് വളരെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സമരമായി മാറും. അല്ലല്ല, അത് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള പൂർണ്ണമായ ചുമതല സംസ്ഥാനത്തിനാണ്. എല്ലാവർക്കും അത് പാർലമെന്റ് വളരെ വ്യക്തമായി, സമരം ചെയ്യുന്നവർക്കും അറിയാം. NHM-ന് പണം കേന്ദ്രം കൊടുക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സബ്ജക്റ്റാണ്. ഇവരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത്. ഇവരെ തൊഴിലാളികളായിട്ട് കണക്കാക്കണമെന്ന് ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരിക്കുക. അപ്പൊ തൊഴിലാളികളായിട്ട് കണക്കാക്കണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. ഇൻസെന്റീവിന്റെ കാര്യത്തിൽ കേന്ദ്രം നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപി മുൻകൈ എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു കൺസോർഷ്യപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവരാദ്യം ഓണറേറിയം വർദ്ധിപ്പിക്കട്ടെ. ഇൻസെന്റീവിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. ഈ ആശമാരെ കൂട്ടി ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് ഇക്കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും.